ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഐ+ന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. സുഹൃത്തുക്കളെ, വിജയം ഒരു ഭാഗ്യമല്ല. അത് നമ്മെ തേടി വരുന്ന വിരുന്നുകാരനുമല്ല. തളരാത്ത ആത്മബലവും തകരാത്ത നിശ്ചയദാർഢ്യവും നിലയ്ക്കാത്ത പരിശ്രമവുമായി നമ്മൾ നേടിയെടുക്കേണ്ട സൗഭാഗ്യമാണ് വിജയം. എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെക്കുറിച്ചാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുമ്പോൾ GST കൗൺസിൽ എന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, GST കൗൺസിലാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. വളരെ വ്യക്തമായി പഠിക്കണം. GST എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആദ്യം അതിൻ്റെ ഫുൾ ഫോം ഒന്ന് പഠിക്കുക. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച് കുഴപ്പിച്ചൊരു കാര്യമാണ് GST. എന്നിട്ട് ഒന്ന് രണ്ട് തവണ പരീക്ഷ ചോദിച്ചാണ് എക്സ്പാൻഡ് GST. എന്നിട്ട് എന്താ കൊടുത്തിരുന്നെന്നറിയോ? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സസ്. B, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. C, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നോക്കൂ, എല്ലാം ഒന്നുപോലെ ഇരിക്കും. കുറേ പേർക്ക് ഇത് കണ്ട് വട്ടായി അന്ന്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ കറക്റ്റ് എക്സ്പാൻഷൻ ഒന്ന് പഠിക്കുക. ഞാൻ പറയാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ഇങ്ങനെ പറയാവൂ. GST ആദ്യം അതങ്ങ് പഠിക്കുക. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പോൾ ഓർക്കേണ്ടത് എന്താണ്? ആദ്യത്തെ രണ്ട് വാക്കുകളിൽ മാത്രം യെസ്, അവസാനത്തെ വാക്കിൽ യെസ് ഇല്ല. ഇനി മറക്കൂലല്ലോ. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ചരക്ക് സേവന നികുതി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചരക്ക് സേവന നികുതി. പക്ഷെ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അങ്ങോട്ട് പറയാൻ പോകുന്നില്ല. നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അതായത് GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. GST കൗൺസിൽ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനാ സ്ഥാപനം എന്നാൽ എന്തെന്ന് നിങ്ങൾക്കറിയാം. ദി ബോഡി വിച്ച് ഹാസ് mentioned its name in the constitution and it derives powers from the constitution. അതല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഭരണഘടനയിൽ പേര് പരാമർശിച്ചിട്ടുണ്ടായിരിക്കും. ഭരണഘടനയിൽ നിന്ന് അധികാരങ്ങൾ ആയ സ്ഥാപനമായിരിക്കും. അതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ GST കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എന്താണ് നമുക്ക് നോക്കാം. ഇനി GST കൗൺസിൽ രൂപീകരിക്കാൻ കാരണമായ ഒരു അമെൻമെന്റ് ആക്ട് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. GST കൗൺസിൽ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു വിച്ച് അമെൻമെന്റ് ആക്ട്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ GST കൗൺസിൽ സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ 101 അമെൻമെന്റ് ആക്ട്, 101 ഭരണഘടനാ ഭേദഗതി in the year 2016. 2016 101 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ GST കൗൺസിൽ എന്ന ഒരു ഭരണഘടനാ സ്ഥാപനം നിലവിൽ വന്നത്. അപ്പോൾ 2-3 ചോദ്യങ്ങളായി. GST കൗൺസിൽ ഈസ് എ വിച്ച് ബോഡി? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ വിച്ച് അമെൻമെന്റ് ആക്ട്? 101 അമെൻമെന്റ് ആക്ട്, 101 ഭരണഘടനാ ഭേദഗതി. ഇൻ വിച്ച് ഇയർ ദിസ് അമെൻമെന്റ് ആക്ട് വാസ് പാസ്ഡ്? 2016. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നോക്കാം. ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു GST കൗൺസിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം, ആർട്ടിക്കിൾ 279A ആണ് കേട്ടോ. അയ്യോ, ഇത് 4 പോലെ കിടക്കുകയാണ്. നിങ്ങളത് കറക്റ്റ് ചെയ്ത് തന്നെ പഠിക്കണം. 279A, ആർട്ടിക്കിൾ 279A. വ്യക്തമായിട്ട് ഞാൻ ഒന്നുകൂടെ എഴുതാം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 279A എന്ന് തന്നെ പറയണം. ആർട്ടിക്കിൾ 209A
എ ആണ് പ്രിന്റിംഗ് മിസ്റ്റേക്കിൽ എന്തായി പോയത്, 4 ആയി പോയത്. കറക്റ്റ് ചെയ്തോളുക. 279A എന്ന ആർട്ടിക്കിളിലാണ് എന്തു പ്രതിപാദിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായ GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഫോംഡ് ബൈ 101 അമെൻമെന്റ് ആക്ടിലൂടെ 2016 ശരിക്കും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 279A ആണ്, 279A. അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇതെല്ലാം ചോദ്യങ്ങളാണ്. GST കൗൺസിൽ ഈസ് അപ്പോയിന്റഡ് ബൈ ഹൂം? GST കൗൺസിലിനെ നിയമിക്കുന്നതാര്? അവിടെ നിങ്ങൾക്ക് സംശയം വരില്ല. കാരണം GST കൗൺസിൽ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഈസ് അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഭരണഘടനാ തലവനായ രാഷ്ട്രപതിക്ക് മാത്രമേ ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ നിയമിക്കാൻ അധികാരമുള്ളൂ. അപ്പോൾ GST കൗൺസിൽ ഈസ് അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നോക്കൂ, GST കൗൺസിൽ ഈസ് എ ജോയിന്റ് ഫോറം ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഇനി എന്താണ് GST കൗൺസിൽ? ഇറ്റ് ഈസ് എ ജോയിന്റ് ഫോറം ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പ്രതിനിധികൾ അടങ്ങുന്ന ഒരു ജോയിന്റ് വെഞ്ചർ, ഒരു ജോയിന്റ് ഫോറമാണ് എന്ത്? GST കൗൺസിൽ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ജോയിന്റ് ഫോറം നിലവിൽ വരുന്നത്? ടു മേക്ക് റെക്കമെൻഡേഷൻ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് മാറ്റേഴ്സ്. GST മാറ്റേഴ്സ്, അതായത് ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട് ഉപദേശങ്ങൾ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ടാക്സ് പേയേഴ്സിന്, അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് GSTയുമായി ബന്ധപ്പെട്ട അഡ്വൈസസ് നൽകുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു ജോയിന്റ് ഫോറമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് GST കൗൺസിൽ. ഇത്രയും നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു. GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, നിലവിൽ വന്നത് 101 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ആർട്ടിക്കിൾ 279A ആണ്, നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഇതൊരു ജോയിന്റ് വെഞ്ചറാണ്, സെൻട്രലും സ്റ്റേറ്റും കൂടി അടങ്ങുന്നത്. ഇതിൻ്റെ ദൗത്യം എന്താണ്? ടു ഗീവ് അഡ്വൈസസ് റിലേറ്റിംഗ് ടു GST മാറ്റേഴ്സ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉപദേശങ്ങൾ നൽകുക എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശ്യം. ക്ലിയർ അല്ലേ? നോക്കാം. അടുത്ത വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് നമുക്ക് പോകാം. ഇറ്റ് ഫെസിലിറ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം. ആ വാക്കൊന്ന് ശ്രദ്ധിക്കുക. ഇറ്റ് ഫെസിലിറ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം. നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനമാണെന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നേരത്തെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫെഡറൽ സിസ്റ്റം. ദർ ആർ 2 types of government, യൂണിയൻ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ബോത്ത് ഗവൺമെന്റ്സ് ഹാവ് അറ്റോണമിക് പവർ. സ്വയംഭരണ അവകാശങ്ങളുള്ള 2 തരത്തിലുള്ള ഗവൺമെന്റുകളുള്ള ഒരു ഫെഡറൽ സംവിധാനമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സഹകരണ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ മുന്നോട്ട് പോകണം. അത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. ആ ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക ബൈ ഡിസൈഡിങ് ടാക്സ് റേറ്റ്സ്. എങ്ങനെ? ബൈ ഡിസൈഡിങ് ടാക്സ് റേറ്റ്സ്. ഓരോ ഐറ്റം ഗുഡ്സ് ആൻഡ് സർവീസസ് എടുത്ത് നോക്കാം. ഓരോ ഐറ്റത്തിന് എത്ര ടാക്സ് ആണ് ഈടാക്കേണ്ടത്? ടാക്സ് നിശ്ചയിക്കുന്നു. നോക്കൂ, എക്സംഷൻ, ഏതൊക്കെ ഐറ്റത്തിന് ടാക്സ് വേണ്ട, ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ഇപ്പം ചില ഐറ്റത്തിനൊക്കെ ടാക്സിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണ്? മോഡൽ ലോ, ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? ആൻഡ് മെക്കാനിസം ടു എൻഷുർ യൂണിഫോം GST ഇംപ്ലിമെന്റേഷൻ അക്രോസ് ഇന്ത്യ. ഇന്ത്യയാകമാനം ഒരേ രീതിയിലുള്ള ഒരു ടാക്സ് ഇംപ്ലിമെന്റേഷൻ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ടാക്സ് റേറ്റുകൾ നിശ്ചയിക്കുക, ടാക്സ് ഒഴിവാക്കപ്പെടേണ്ടത് ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കൗൺസിലാണ് GST കൗൺസിൽ. അങ്ങനെ കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. രാജ്യം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നല്ല ബന്ധം, നല്ല കോഓപ്പറേഷൻ നിലനിർത്തിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് വളരെ വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ
ഗുഡ്സ് ആൻഡ് സർവീസസിനും ടാക്സ് നിശ്ചയിക്കുന്നു, ചിലതിനെ ടാക്സിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു, അത് ടാക്സുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നു. മെക്കാനിസം ടു എൻഷുർ യൂണിഫോം GST ഇംപ്ലിമെന്റേഷൻ. ഇന്ത്യ ഒട്ടാകെ ഒരു GST ഇംപ്ലിമെന്റേഷൻ, GST ഇംപ്ലിമെന്റേഷൻ അക്രോസ് ഇന്ത്യ ആകമാനം, ഇന്ത്യക്ക് മൊത്തമായിട്ട് ഒരേ രീതിയിലുള്ള GST ഇംപ്ലിമെന്റേഷൻ നടപ്പിലാക്കുക അല്ലെങ്കിൽ GST കൊണ്ടുവരിക. ഇതാണ് ഈ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. അപ്പോൾ ഉടനെ നമ്മൾ GST എന്താണെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകുന്നതാണ് നല്ലത്. GST ഞാൻ നേരത്തെ പറഞ്ഞു, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതിൻ്റെ കറക്റ്റ് ഫുൾ ഫോം ഇതാണ്. വ്യക്തമായിട്ട് ഇത്രയും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ഇതിലപ്പുറം ഒരു വാക്ക് ഉപയോഗിക്കരുത്. GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ചരക്ക് സേവന നികുതി. എന്താണ് ഈ GST? നമ്മൾ കുറേ GST കൗൺസിൽ എന്ന് പറഞ്ഞപ്പം GST എന്ന് കുറേ സമയം പറഞ്ഞു. എന്താണ് GST എന്ന് പറഞ്ഞാൽ, GST ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ്. ഒരുപാട് തവണ ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്. GST ഈസ് എ ഡാഷ് ടാക്സ്. പല രീതിയിൽ ചോദിക്കാം. ഡയറക്റ്റ് ടാക്സ് ആണോ, ഇൻഡയറക്റ്റ് ടാക്സ് ആണോ? തീർച്ചയായിട്ടും GST എന്താണ്? ഒരു പരോക്ഷ നികുതി തന്നെയാണ്. ഇൻഡയറക്റ്റ് ടാക്സസ് ഇമ്പോസ്ഡ് ഓൺ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ റീപ്ലേസിംഗ് മൾട്ടിപ്പിൾ ഇൻഡയറക്റ്റ് ടാക്സസ്. നോക്കൂ, ഇന്ത്യയിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചുമത്തിയിരുന്ന വിവിധ ഇനം പരോക്ഷ നികുതികൾ റീപ്ലേസ് ചെയ്തുകൊണ്ട്, മാറ്റിക്കൊണ്ട് ഒരൊറ്റ നികുതി സമ്പ്രദായം നടപ്പിലാക്കിയതാണ് GST എന്ന് പറയുന്നത്. കറക്റ്റ് GST എന്തെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഇത്രയാണ്: കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചുമത്തിയിരുന്ന വിവിധ ഇനം പരോക്ഷ നികുതികൾ ലയിപ്പിച്ച് ഒറ്റ നികുതി സമ്പ്രദായം നടപ്പിലാക്കിയതാണ് GST. അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് is an indirect tax imposed on supply of goods and services by replacing multiple indirect taxes. ആ മൾട്ടിപ്പിൾ ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ? വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്. മുമ്പ് വാറ്റ് ഈടാക്കുമായിരുന്നു, ഇപ്പം അതില്ല, അതൊഴിവാക്കി. എക്സൈസ് ഡ്യൂട്ടി എടുത്തു കളഞ്ഞു. സർവീസ് ടാക്സ് എക്സെട്ര ഇതൊന്നും ഇപ്പം ഇല്ല. ഇതെല്ലാം കൂടെ ലയിപ്പിച്ച് ഒരൊറ്റ നികുതിയേ ഉള്ളൂ. അപ്പോൾ നോക്കൂ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചുമത്തിയിരുന്ന വിവിധ നികുതികളായ വാറ്റ്, എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, ഇതിനെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, ഇതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ഒരു നികുതി സമ്പ്രദായം, ഒരു ഇൻഡയറക്റ്റ് നികുതി സമ്പ്രദായം ലയിപ്പിച്ച് ഒരൊറ്റ നികുതിയാക്കി മാറ്റിയതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് by replacing multiple indirect taxes including VAT, excise duty, service tax, etc. Goods and services are included under single domestic indirect taxation law for the whole India. ഇന്ത്യയിൽ ഒട്ടാകെ, ഇന്ത്യക്ക് ആകമാനം ഒരു നികുതി സമ്പ്രദായം നടപ്പിലാക്കിയ ഒരു രീതിയാണ്. വലിയൊരു മാറ്റമാണ്. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ സാമ്പത്തിക രംഗത്ത് വന്ന ഏറ്റവും വലിയ ചേഞ്ചാണ് ഈ GST കൊണ്ടുവന്നത്. ഇനി നോക്കൂ, ഇൻ ദിസ് റെജിം ടാക്സ് ഈസ് ചാർജ്ഡ് അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് സെയിൽസ് നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ടാക്സ് ഈടാക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഇറ്റ് വാസ് ടു ക്രിയേറ്റ് എ യൂണിഫോം. ഓർക്കണം, എന്താണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ ആൻസർ ഇതാണ്: വൺ നാഷൻ വൺ ടാക്സ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നോക്കൂ, ഒരു രാഷ്ട്രം ഒരു നികുതി എന്ന ആ സ്ലോഗൻ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് GST നടപ്പിലാക്കിയത്. വൺ നാഷൻ വൺ ടാക്സ്, ഒരു രാജ്യം ഒരു നികുതി, പല നികുതികൾ വേണ്ട, ഒരു രാജ്യത്ത് ഒരൊറ്റ നികുതി. അതാണ് ഇതിൻ്റെ മുദ്രാവാക്യം. GSTയുടെ ഒരു സ്ലോഗൻ അതാണ്: വൺ നാഷൻ വൺ ടാക്സ് സിസ്റ്റം ഇൻ ഇന്ത്യ. GST വാസ് ലോഞ്ച്. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. GST വാസ് launched in India in 2017 July 1st. 2017 ജൂലൈ 1-ാം തീയതി. ഈ ഡേറ്റ് നിങ്ങൾ മറക്കരുത്. 2017 ജൂലൈ 1st. ഒരുമിച്ച് പഠിച്ചു വെച്ചോളൂ, ഈ ഡേറ്റ് മറക്കരുത്. GST came into force in India. 2016
101 ഭേദഗതിയിലൂടെ GST ഇംപ്ലിമെന്റ് ചെയ്തെങ്കിലും ഇന്ത്യയിൽ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ? 101 ഭരണഘടനാ ഭേദഗതിയിലൂടെ. 2016 പാസാക്കിയ 101 ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നതെന്ന് 2017 ജൂലൈ 1. എല്ലാം ആൻസർ ഒന്ന് തന്നെയാണ്. അപ്പൊ ഇന്ത്യയിൽ GST നിലവിൽ വന്നത്, GST ഇത് തെറ്റിപ്പോകരുത്, GST വാസ് ഇംപ്ലിമെന്റഡ് അല്ലെങ്കിൽ GST വാസ് introduced in India by which Amendment Act 101 Amendment Act 2016. GST came into force in which day 2017 July 1st. മറക്കരുത്. GST is a which tax? Indirect tax. മറന്നു പോകരുത്. Then അപ്പോൾ in 101 Constitutional Amendment Act 2016 added 3 key articles. ശ്രദ്ധിക്കണേ. അതായത് 101 ഭരണഘടനാ ഭേദഗതിയിലൂടെ 2016 ഇന്ത്യൻ ഭരണഘടനയിൽ 3 പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ ഉൾപ്പെടുത്തി. ആർട്ടിക്കിൾ 3 പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ ഉൾപ്പെടുത്തി. ആർട്ടിക്കിൾ 246A, ആർട്ടിക്കിൾ 269A, ആർട്ടിക്കിൾ 279A. മറക്കരുത്. 101 Amendment 2016 introduced 3 important articles in the Indian Constitution. ഇന്ത്യൻ ഭരണഘടനയിൽ 3 ആർട്ടിക്കിളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 101 ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്നത്. ആ 3 ആർട്ടിക്കിൾ ഇതൊക്കെയാണ്. ആർട്ടിക്കിൾ 246A, 269A, 279A. ഇത് 3 എന്താണെന്ന് പഠിക്കണം. അതിൽ അവസാനത്തെ നമ്മൾ പറഞ്ഞു GST കൗൺസിൽ 279A GST കൗൺസിൽ. ബാക്കി 2 എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം 3 ആർട്ടിക്കിളുകളാണ് ഈ അമെൻമെന്റിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. നോക്കാം നമുക്ക്. ആർട്ടിക്കിൾ 246A. ഞാൻ ചോദിക്കട്ടെ, ആ A ഒന്ന് എടുത്ത് മാറ്റൂ. ആർട്ടിക്കിൾ 246 നമ്മൾ എവിടെയെങ്കിലും പഠിച്ചതായി ഓർക്കുന്നുണ്ടോ? ആർട്ടിക്കിൾ 246, ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് ഇൻ ദി 7th ഷെഡ്യൂൾ. നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? ലിസ്റ്റുകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. പവേഴ്സ് ഓഫ് ഗവൺമെന്റ്, പവേഴ്സ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് are divided into 3 different list of subjects in the 7th schedule of Indian Constitution. പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ലിസ്റ്റ് ഓഫ് സബ്ജക്ട് ആർട്ടിക്കിൾ 246. ഇതാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ കൂടെ ഒരു A ഇടുമ്പം എന്ത് മാറ്റുമെന്ന് നമുക്ക് നോക്കാം. ആ Aയും കൂടെ ചേർത്തുകൊണ്ടൊരു പുതിയ ആർട്ടിക്കിളായിട്ട് 101 ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ വരെയാണ് 246A. എന്താണ് ഇതിൽ പറയുന്നത്? Article 246A grants concurrent power to both Parliament and the state legislatures to make laws regarding GST. GSTയുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അധികാരം നൽകുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 246A provides concurrent power to Parliament and the state legislatures to formulate law regarding GST. GSTയുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 246A. മറക്കരുത്. അങ്ങനെയാണെങ്കിൽ 269A എന്താണ്? അത് ശ്രദ്ധിക്കണം. 269A പറയുന്നത്, നോക്കൂ, ദിസ് ആർട്ടിക്കിൾ എംപവേഴ്സ് സെൻട്രൽ ഗവൺമെന്റ് to levy and collect GST on interstate trade or commerce. Interstate trade or commerce എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തർ സംസ്ഥാന വ്യാപാരങ്ങൾ. ട്രേഡ് ബിറ്റ്വീൻ ദി സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള, ഇന്ത്യക്കകത്തുള്ള സംസ്ഥാനങ്ങൾ തമ്മിൽ നടക്കുന്ന വ്യാപാരങ്ങളിൽ GST കളക്ട് ചെയ്യാനുള്ള അധികാരമാർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഹു ഹാസ് പവർ ടു ലെവി അല്ലെങ്കിൽ ഹു ഹാസ് പവർ ടു collect GST on interstate trade. നമുക്കറിയാലോ, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര CGST നമുക്കറിയാം, സെൻട്രൽ
GST എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് SGST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ്. ഇനി വേറൊണ്ട് UTGST, യൂണിയൻ ടെറിട്ടറിയിൽ അവർക്ക് കളക്ട് ചെയ്യാവുന്ന GST ഉണ്ട്. ഇനി ഒരു IGST ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരാണ്? ഇത് വലിയൊരു ചോദ്യമാണ്. അതായത് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ, ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കോമേഴ്സുമായി ബന്ധപ്പെട്ട ടാക്സ് കളക്ട് ചെയ്യുന്ന GST കളക്ട് ചെയ്യാനുള്ള അധികാരമാർക്ക് സെൻട്രലിനാണോ സ്റ്റേറ്റ് ആണോ? സെൻട്രൽ ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റിനാണ്. അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് ട്രേഡിൽ നിന്ന് കിട്ടുന്ന GST യൂണിയൻ ഗവൺമെന്റ് കളക്ട് ചെയ്യുകയും, അത് അത്ര യൂണിയൻ ഗവൺമെന്റ് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതിൻ്റെ ഒരു ഷെയർ ആർക്ക് കൊടുക്കണം? സ്റ്റേറ്റിന് കൊടുക്കുകയും വേണം. അത് ഏത് മാനദണ്ഡപ്രകാരമായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 269A. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്? എംപവേഴ്സ് സെൻട്രൽ ഗവൺമെന്റ് ടു ലെവി. അപ്പോൾ നോക്കൂ, കളക്ട് ചെയ്യാനുള്ള, ടാക്സ് പിരിക്കാനുള്ള, ഇന്റർ സ്റ്റേറ്റ് ട്രേഡിൽ നിന്ന് ടാക്സ് പിരിക്കാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെന്റ് ആണ്. ആൻഡ് കളക്ട്, നോക്കൂ, ലെവി ആൻഡ് കളക്ട് ഓൺ ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കോമേഴ്സ് വിത്ത് ടാക്സ് ഷെയറിംഗ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അത് സ്റ്റേറ്റിന് കൂടെ കൊടുക്കണം. അപ്പം നമ്മൾ ഇങ്ങനെ ഓർമ്മിച്ചാൽ 269A പറയുന്നത് അന്തർ സംസ്ഥാന വ്യാപാരങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന് ടാക്സ് പിരിക്കാനുള്ള അധികാരമുണ്ട്. എന്നിട്ട് ആ ടാക്സിൻ്റെ ഒരു ഷെയർ സംസ്ഥാനങ്ങൾക്ക് വീതിക്കുകയും ചെയ്തിരിക്കണം. അത് എപ്രകാരമായിരിക്കണം എന്നൊക്കെ വിവരിക്കുന്ന ആർട്ടിക്കിളിൻ്റെ പേരാണ് ആർട്ടിക്കിൾ 269A. അപ്പം 246A പറയുന്നത് ദാറ്റ് ആർട്ടിക്കിൾ എംപവേഴ്സ് അല്ലെങ്കിൽ ഗീവ്സ്, ഗ്രാൻസ് കൺകറന്റ് പവർ ടു സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ഫോർമുലേറ്റ് ലോ റിഗാർഡിംഗ് GST എന്ന് നമ്മൾ പഠിച്ചത്. ഇവിടെ പറയുന്നത് in the case of interstate trade, the central government can collect GST and it is to be shared with the center. It is in which manner it is stated in Article 269A. അതിലാണ് പറയുന്നത്. അതായത് ഇന്റർ സ്റ്റേറ്റ് ട്രേഡിൽ നിന്ന് എങ്ങനെ ടാക്സ് പിരിക്കണമെന്നും ആ പിരിക്കുന്ന ടാക്സ് ഏത് മാനദണ്ഡപ്രകാരം സംസ്ഥാനങ്ങൾക്ക് വീതിക്കുകയും ചെയ്യണമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളിന്റെ പേരാണ് ആർട്ടിക്കിൾ 269A. ഇനി നോക്കൂ, ആർട്ടിക്കിൾ 279A മാൻഡേറ്റ്സ് പ്രസിഡന്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് GST കൗൺസിൽ. അതാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് 279A പറയുന്നത് രാഷ്ട്രപതിക്ക് ഒരു GST കൗൺസിൽ സ്ഥാപിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ റേറ്റിംഗ് ടു GST കൗൺസിൽ. അപ്പോൾ ഇത്രയും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഓർമ്മിക്കണം. ദി യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്ഡ് സെറ്റിംഗ് അപ്പ് ഓഫ് GST കൗൺസിൽ ഓൺ. ഇനി ആ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഡേറ്റ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. എന്നാണ് ഇന്ത്യയിൽ GST കൗൺസിൽ നിലവിൽ വന്നത്? ഇവിടെ 2 ഡേറ്റ് ആശയക്കുഴപ്പം ഉണ്ടാകാം. നോക്കൂ, ഇവിടെ പറയും, നോക്കൂ, GST കൗൺസിൽ വാസ് സെറ്റപ്പ് ഓൺ 12th September 2016. ശരിക്കും യൂണിയൻ ഗവൺമെന്റ് അപ്രൂവ്ഡ്, കേന്ദ്ര ഗവൺമെന്റ് ഒരു GST സ്ഥാപിക്കാൻ അംഗീകാരം നൽകിയ ദിവസം എന്ന് പറയുന്നത് 2016 സെപ്റ്റംബർ 12. വാസ്തവത്തിൽ GST കൗൺസിൽ വാസ് ഫോംഡ് ഇൻ വിച്ച് ഡേ എന്ന് പറഞ്ഞാൽ ഈ ഡേ പറയുന്നതിൽ തെറ്റില്ല. കേന്ദ്ര ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ് GST കൗൺസിൽ സ്ഥാപിക്കാൻ തീരുമാനമെടുത്ത ദിവസമാണത് എന്ന് പറഞ്ഞാൽ സ്ഥാപിതമായി എന്ന് നമുക്ക് പറയാം. പക്ഷേ പ്രസിഡന്റിന്റെ ഓർഡറിലൂടെ, പ്രസിഡന്റിനല്ലേ അത് സ്ഥാപിക്കാൻ കഴിയുന്നത്. GST കൗൺസിൽ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ 15th September 2016 ബൈ ദി ഓർഡർ ഓഫ് ദി പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ഓർഡറിലൂടെ അത് ശരിക്കും നിലവിൽ വന്നത് സെപ്റ്റംബർ 15 ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കണം GST കൗൺസിൽ വാസ് ഫോംഡ് ഇൻ വിച്ച് ഡേ എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടി വരാൻ സാധ്യതയില്ല. അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. ഏതെങ്കിലും ഒരു ഡേറ്റേ വരുള്ളൂ. അതായത് കേന്ദ്ര ഗവൺമെന്റ് ഇത് രൂപീകരിക്കാൻ തീരുമാനമെടുത്ത് അത് ശരിക്ക് നിയമപരമായിട്ട് നിലവിൽ വന്നു എന്ന് വേണമെങ്കിൽ പറയാം സെപ്റ്റംബർ 12-നാണ്. പക്ഷെ അതിന് ടെക്നിക്കലായിട്ട് നിലവിൽ വന്നു പറഞ്ഞാൽ രാഷ്ട്രപതിയുടെ ഒരു ഉത്തരവ് ഉണ്ടാകണം. അപ്പോൾ ശരിക്ക് 15th
സെപ്റ്റംബർ 2016 ആണ് ഔദ്യോഗികമായി നിലവിൽ വന്നതെങ്കിലും ഈ ഡേറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ സെപ്റ്റംബർ 12 ആണ് കിടക്കുന്നതെങ്കിൽ അത് തന്നെ എഴുതി, രണ്ടും കൂടി വരില്ല. അപ്പോൾ ഈ രണ്ട് ഡേറ്റും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എന്താ രണ്ട് ഡേറ്റ്? സെപ്റ്റംബർ 12, 2016 യൂണിയൻ ഗവൺമെൻറ് തീരുമാനമെടുത്തു ടു എസ്റ്റാബ്ലിഷ് GST കൗൺസിൽ. Then GST Council was constituted by order of President in September 15, 2016. Clear അല്ലേ അത്? ഇനി ഫസ്റ്റ് GST കൗൺസിൽ മീറ്റിംഗ് വാസ് ഹെൽഡ് ഓൺ, ആ ഡേറ്റ് വേണമെങ്കിൽ പരീക്ഷ ചോദിക്കാം. GST കൗൺസിലിൻ്റെ ആദ്യ മീറ്റിംഗ് നടന്നത് സെപ്റ്റംബർ 22, 23, 2016 2016 സെപ്റ്റംബർ 22, 23 തീയതികളിലാണ് GSTയുടെ GST കൗൺസിലിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടത്തിയത്. ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യം കൂടെ പഠിച്ചോളൂ. ലേറ്റസ്റ്റ് GST കൗൺസിൽ മീറ്റിംഗ്, അതായത് ഏറ്റവും ഒടുവിൽ നടന്നത് 56ാമത് GST കൗൺസിൽ മീറ്റിംഗ് ആണ്. ഹെൽഡ് ഇൻ സെപ്റ്റംബർ 2025 2025 സെപ്റ്റംബർ മാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ GST കൗൺസിലിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അഥവാ 56ാമത്തെ മീറ്റിംഗ് നടക്കുന്നത്. ഒന്നാമത്തെ മീറ്റിംഗ് നടന്നത് എന്നാണ്? സെപ്റ്റംബർ 22, 23, 2016 ക്ലിയർ അല്ലേ? ഇനി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് GSTയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? തീർച്ചയായിട്ടും ന്യൂഡൽഹിയിൽ തന്നെയാണ്. ന്യൂഡൽഹിയിലാണ് GSTയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. GSTയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GST കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂഡൽഹിയിൽ തന്നെയാണ്. നോക്കൂ, ഇനി GSTയുടെ നമുക്ക് നോക്കാം. GSTയുടെ വിഷനും മിഷനും ഫങ്ഷനും ഒക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പക്ഷേ അതിനകത്ത് എല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളായിരുന്നു. GST എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഇതെല്ലാം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായ ഒരു അമെൻമെൻറ്റ് ആക്ട്, 101ാം അമെൻമെൻറ്റ് ആക്റ്റാണ് നമ്മൾ പറഞ്ഞു. ആ ആക്റ്റിലൂടെയാണ് ശരിക്ക് ഇത് വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി എങ്കിൽ നമുക്ക് ഫസ്റ്റ് വീഡിയോ ക്ലാസ് അവസാനിപ്പിക്കേണ്ട സമയമായി വരികയാണ്. നമുക്കിതിൻ്റെ വിഷനും മിഷനും ഫങ്ഷനും എല്ലാം അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ GST കൗൺസിലിൻ്റെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ ക്ലാസ് ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർഭാഗം ഉണ്ടായിരിക്കുന്നതാണ്. നിർബന്ധമായും കാണുക, വലിയ വിജയം നേടുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിനോട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.